Ladies and gentlemen, this is Adesh and welcome to my Konedi. ക്രിക്കറ്റ് ചത്തു, ക്രിക്കറ്റിനെ കൊന്നു. ആര് കൊന്നു? പെതി രാംചരൻ. മേ യുവർ സോൾ റെസ്റ്റ് ഇൻ പീസ്. ക്രിക്കറ്റ് മാത്രല്ല, റെസ്ലിംഗ് അതേപോലത്തെ റണ്ണിങ് ഇതിനെയും കൂടി കൊന്നുണ്ട്. ഇത്ര സ്പോർട്സ് വിരോധിയായ ഒരു ആക്ടർ ഉണ്ടാവില്ല. 1% പോലും സ്പോർട്സിനോട് ഇഷ്ടമുണ്ടെങ്കിൽ ഈ ചങ്ങ ഈ ഷെഡി പടത്തിൽ അഭിനയിച്ചിട്ടുണ്ടാവില്ല. സ്പോർട്സിനെ മാത്രല്ല, പ്രേമത്തിനെയും കൊന്നു. നമ്മൾ പ്രേമിക്കുമ്പോ ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കും, ഫ്ലവേഴ്സ് മേടിച്ചു കൊടുക്കും. എന്നാ പെദ്ദി പ്രേമിക്കാൻ തുടങ്ങിയ കേറി പിടിക്കും തര. അതാണ് ഇത്ര പെദ്ദിയുടെ പ്രേമം. പ്രേമത്തിനെയും കൊന്നല്ലോടാ സാമദ്രോഹി. എന്നിട്ട് ഇത് കണ്ട് ഇംപ്രസ് ആവണം നായിക. അപ്പൊ നായിക എത്ര കിടുവാണെന്ന് മനസ്സിലാക്കാലോ. നമ്മുടെ രാംചരൺ, ജാൻവി കപൂർ അഭിനയിച്ച റെഡി ഇപ്പൊ നെറ്റ്ഫ്ലിക്സിൽ സ്ട്രീം ചെയ്യുന്നുണ്ട്. ആരെ പറ്റി പറഞ്ഞില്ലെങ്കിലും ജാൻവി ചേച്ചിയെ പറ്റി പറയണം. വാട്ട് എൻ ആക്ടർ, വാട്ട് എ പെർഫോമർ. സാരി അഴിക്കാൻ വേണ്ടി മാത്രം ഒരു ക്യാരക്ടർ. എനിക്ക് തോന്നുന്നു ദേവര സിനിമ കണ്ടവർക്കറിയാം, അതില് ഇൻട്രോ സീൻ കുളിസീൻ ആയിരുന്നു. അതിന്റെ ഇടയിൽ നിന്ന് കൊണ്ടുവന്ന് അഭിനയിപ്പിച്ചാണ് തോന്നുന്നു. ഈ എക്സ്പോസിങ് ആണ് ചേച്ചിയുടെ വിചാരത്തിൽ അഭിനയം. എക്സ്പോസ് ചെയ്ത ഓസ്കാർ ലെവൽ അഭിനയമാണ് ഇത്ര. തന്ത തട്ടിപ്പോയ സാരി അഴിക്കും, തള ഒളിച്ചോടിയ സാരി അഴിക്കും, ഭൂമി കുലുക്കം ഉണ്ടായ സാരി അഴിക്കും, വെള്ളപ്പൊക്കം ഉണ്ടായ സാരി അഴിക്കും. എടേ ഒരു കരിമ്പും തോട്ടം കത്തിക്കാൻ വന്ന പെട്രോളോ മണ്ണെണ്ണയോ ബോംബോ ഇട്ടത് കത്തിക്ക്, അവിടെ പോയിട്ട് സാരി അഴിക്കലാണ്. സാരി അഴിച്ചാൽ കത്തോ പെണ്ണും പിള്ളേ അല്ല അറിയാൻ ചോദിക്കുകയാണ്. ഒരു മലയുടെ മുകളിൽ പോയ അവിടെ പോയി സാരി അഴിക്കുക. വേറൊന്നുണ്ട്, ശ്രുതി ഹാസൻ അവിടെ ഐറ്റം ഡാൻസ് കളിക്കുന്ന കണ്ടിട്ട് ഈ പെണ്ണുമ്പോൾ അപ്പൊ പോയി സാരി അഴിക്കും. ഈ സാരി അഴിക്കാതിരുന്ന ഡാൻസ് കളിക്കാൻ പറ്റില്ല, ഇത് അറിയാൻ ചോദിക്കുക. ആൻഡ് സാരി ചേച്ചി കൊടുത്തിരിക്കാൻ കണ്ടു കഴിഞ്ഞാൽ സാരി പോയി ആത്മഹത്യ. രണ്ടും ഈക്വൽ ആണ്, ഇല്ലാത്തതും ഉള്ളതും ഒരേപോലെയാണ്. ഇതിന്റെ ഡയറക്ടർ ആ വേട്ടാവളേന്റെ മണ്ടയില് ചാണകമായിരിക്കും. ആ മൊണ്ണ എന്തൊക്കെയാ പറഞ്ഞിട്ട് അത് കേട്ടിട്ട് തുള്ളാൻ നിൽക്കണ ചേച്ചീനൊക്കെ എന്താ പറയണ്ടത്? If സാരി അഴിക്കൽ is an art, then Janvi Kapoor is the only artist. Only artist. അയ്യോ എടാ, ഈ പടം എന്താണ്? ഈ മറ്റേ തുണി അഴിക്കാൻ വേണ്ടി മാത്രമുള്ള പടം. എല്ലാവരും തുണി അഴിച്ച് കളിക്കുകയാണ്. ജാൻവി കപൂർ ഒരു സമയത്ത് സാരി അഴിക്കുന്നു, ഏതോ ഒരു വേട്ടാവളിയും വന്നിട്ട് ആ കൊച്ചിന്റെ പാവാട അഴിക്കുന്നു. രാംചരൺ ജട്ടി മാത്രം ഇട്ടിട്ട് പോയിട്ട് അതൊരുത്തിന് ലുങ്കി വലിച്ചു ഊരുന്നു. ഹരീഷ് പേരടിയുടെ മുണ്ട് പോയിട്ട് ഡാഡി ഗിരിച്ച വലിച്ചു ഊരുന്നു. ഇതെന്താ അഴിക്കൽ പടം? നീ മറ്റേ സ്ഫടികത്തിലെ മുണ്ടുപറി അടി കണ്ട് ഇൻസ്പയർ ആയതാണോ? അയ്യേ. ആൻഡ് ഈ സിനിമ കണ്ടിട്ട് മറ്റേ രാംചരൺ ഡിസേർവ്സ് നാഷണൽ അവാർഡ് പറയുന്ന കുറെ കോമാളിക്കൂട്ടങ്ങളുണ്ട്. അത് അങ്ങനെ തന്നെ പറയുള്ളൂ. ഇവരെ കൊണ്ടാക്കേണ്ടത് കുതിരവട്ടത്തിലാണ്, വേറെ എവിടെയല്ല. എടേ ക്രിക്കറ്റ് പറഞ്ഞിട്ട് ക്രിക്കറ്റിനോട് എങ്ങനെയാ ഇതൊക്കെ ചെയ്യാൻ തോന്നുന്നത്? ബുംറ പ്ലേസ് ഫുട്ബോൾ എന്ന് പറഞ്ഞപ്പോഴേ ഞാൻ വിചാരിച്ചതാണ് ഇങ്ങനെ സ്പോർട്സിനെ പറ്റിയിട്ട് ഒരു ചുക്കും ചുണ്ണാമ്പോ അറിയില്ല എന്ന്. സൂര്യകുമാർ യാദവിന്റെ സ്കൈ എന്ന് നമ്മൾ വിളിക്കും, മറ്റേ 360 460 എന്നൊക്കെ വിളിക്കും. ഇത് യൂണിവേഴ്സ് ആണ്, സ്കൈ അല്ല, ഇത് യൂണിവേഴ്സ്. സോ ഈ സിനിമ തുടങ്ങുന്ന സമയത്ത് ഒരു 10-15 മിനിറ്റ് സീൻ ഉണ്ട് രാംചരൺ വരുന്നതിന് മുമ്പ്. ദാറ്റ് വാസ് നൈസ്. രാംചരൺ വരുന്ന വരെ ഇത് നൈസ് ആയിരുന്നു. മറ്റേ എന്താണ് ഒളിമ്പിക്സ് 2016 ഒളിമ്പിക്സിൽ 2 മെഡലേ കിട്ടിയുള്ളൂ. അതിന്റെ കുറച്ച് പ്രശ്നങ്ങളും പരിപാടിയൊക്കെ. എന്നാ രാംചരൺ വന്ന സീൻ തൊട്ടിട്ട് ചിരിച്ച് ചാവുമായിരുന്നു. ഇരുന്ന് കിടന്നൊക്കെ ചിരിക്കുക. അവന് മണ്ണിൽ കുത്തിയാലേ അവന്റെ മറ്റേ ഷോട്ട് അടിക്കാൻ പറ്റുള്ളൂ. മറ്റേ ഡാൻസ് ഒക്കെ ഉണ്ട്, മറ്റേ പിച്ചിൽ ഡാൻസ് കളിക്കുക. തെലുങ്ക് ഇൻഡസ്ട്രിയിലുള്ളവർക്ക് ചിലപ്പോൾ ഇത് വർക്കാം, തെലുങ്ക് ഓഡിയൻസിന് ഇത് വർക്കാം. കാരണം ബാലയ്യ പടങ്ങള് എന്തോ മറ്റേ മഹാസംഭവം പറഞ്ഞ് നടക്കുന്നവർക്ക് ഇത് വർക്കാം. എന്തോന്നടേ ക്രിക്കറ്റ് പറഞ്ഞ ക്രിക്കറ്റാണ് ഈ സിനിമയുടെ സോൾ എന്നൊക്കെ പറഞ്ഞ് നടക്കണ ഒരു പടത്തില് ഒരു പ്രോപ്പർ ആയിട്ട് ഒരു റൺ ഓടുമ്പോ ഡൈവ് ചെയ്യാൻ വരെ വി എഫക്ട്സ് വേണമെങ്കിൽ പിന്നെ എന്തോട്ട് ക്രിക്കറ്റ് വല്ല ഗോട്ടി കളിക്കാൻ പോവായിരുന്നില്ലേ? ആൻഡ് ഐ ഹാവ് സീൻ പീപ്പിൾ സെയിം മറ്റേ റണ്ണർ ആയിട്ട് വരുന്ന രാംചരൺ. ഇതില് രാംചരൺ ക്രിക്കറ്റ് പ്ലെയർ ആണ്, അതേപോലത്തെ രാംചരൺ മറ്റേ റെസ്ലറാണ്, ഗുസ്തിക്കാരനാണ്. രാംചരൺ റണ്ണറാണ്. ഈ 3 ക്രോസ് ഓവർ കേട്ടിട്ട് അവിടെ രാമച്ചൻ വരികയാണ് നമ്മുടെ ബൊമ്മൻ ഇറാനിക്ക്. അങ്ങനെ മറ്റേ സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ മറ്റേ സ്പോർട്സ് മിനിസ്ട്രിയുടെ എന്തോ ആളാണ്.
ഈ അലവലാതി കഥ കേട്ടിട്ട് അങ്ങേർക്ക് രാമച്ചൻ വരും. അങ്ങേരെ കൊണ്ടുവന്നിട്ട് ഒരു കോമാളിയാക്കി. ആരുടെ ഫാനാണ് നിങ്ങൾ? റൊണാൾഡോ ഓർ മെസ്സി? ബിഗിലേ പറയുന്ന പോലെ ഇതിൽ പെദ്ദിയാണ്. ഈ മറ്റേ ബാഡ്മിന്റൺ കളിക്കുന്നവനോട് ആരാണ് ഇഷ്ടമുള്ള പ്ലെയർ? പെദ്ദി. ക്രിക്കറ്റ് കളിക്കുന്നവനോട് ആരാണ് ഇഷ്ടമുള്ള പ്ലെയർ? ഷെഡ്ഡി. ഫുട്ബോൾ കളിക്കുന്നവനോട് ആരാ ഇഷ്ടമുള്ള പ്ലെയർ? ഷെഡ്ഡി. ഗുസ്തിക്കാരനോട് ആരാ ഇഷ്ടമുള്ള പ്ലെയർ? ഷെഡ്ഡി. ഓട്ടക്കാരനോട് ആരാ ഇഷ്ടമുള്ള പ്ലെയർ? ഷെഡ്ഡി. തുണി തിരുമ്പണവന് ആരാണ് നിങ്ങളുടെ റോൾ മോഡൽ? ഷെഡ്ഡി. കക്കൂസ് കഴുകണവന് ആരാണ് നിങ്ങളുടെ റോൾ മോഡൽ? ഷെഡ്ഡി. ഇത് കണ്ടിട്ട് അവിടെ ഇരുന്ന് രോമാഞ്ചം കൊള്ളാണ് ബോമൻ ഇറാനിക്ക്. ഹൗ ഗതികേട്. പെദ്ദി സിക്സ് അടിച്ചാൽ ഈഡൻ ഗാർഡൻസ് നിന്ന് അടിച്ചാൽ പാലക്കാട് കോട്ടം മൈതാനം ഗ്രൗണ്ടിൽ വന്ന് വീഴും. അതിലേറെ ഒരു അലവലാതി ക്യാരക്ടർ ഉണ്ട് ഈ ക്യാരക്ടറിനെ പൊക്കിയടിക്കാൻ, പെദ്ദിയെ പൊക്കിയടിക്കാൻ. ഇങ്ങനെ ഒരു കാമപ്രാന്തൻ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ വേറെ ഉണ്ടാവില്ല. അണ്ണന് പെണ്ണുങ്ങളെ കണ്ട പ്രേമം പറഞ്ഞ കടക്കലാണ് അണ്ണന് പ്രേമം. ഒരു സീനിൽ പോലും എനിക്ക് ഈ സിനിമ രസമായിട്ട് തോന്നിയില്ല. ആൻഡ് രാംചരന്റെ പല സീൻസും ഇമോഷണൽ സീൻസും കാണുമ്പോൾ എനിക്ക് ചിരിയാണ് വന്നത്. AR റഹ്മാനൊക്കെ ഈ തീട്ടക്കേസിൽ എന്ത് കണ്ടിട്ടാണ് കയറി മ്യൂസിക് വർക്ക് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ആൻഡ് അങ്ങേരുടെ മ്യൂസിക് വർക്ക് അതിലേറെ ദാരിദ്ര്യം. ഇങ്ങേരെ ഒരു റസ്ലിംഗ് സീൻ ഉണ്ട്, അത് വലിപ്പിച്ച് മനുഷ്യന്റെ ഉയരെടുത്തുണ്ട്. അത് കണ്ടിട്ട് ശിവരാജ് കുമാറിനെ രാമച്ചോ അടിക്കുകയാണ്. ഇതെന്തരേ നിങ്ങൾക്കൊക്കെ ഇത് കാണുമ്പോൾ എങ്ങനെയാണ് രാമച്ചോ അടിക്കുന്നത്? പിന്നെ മറ്റേ മുന്നാ ബയ്യ ഫ്രം മിർസാപൂരിനെ ഇതിലേക്ക് കെട്ടിയെടുത്തിട്ടുണ്ട്. ഒരു അലവലാതി ക്യാരക്ടർ, പെണ്ണുങ്ങളുടെ പാവാട അഴിക്കാനൊക്കെ പറഞ്ഞ ഒരു വൃത്തികെട്ട ക്യാരക്ടർ. റോയൽ എൻഫീൽഡ് റോയൽ മാറ്റിയിട്ട് സ്വന്തം പേരൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ തന്നെ മനസ്സിലായിക്കൂടാ അൽപ്പന്റെ തന്തയെന്ന്. ഒരു പാട്ടമാണ് കർമ്മം. ആൾക്കാർ ആരൊക്കെ പറയുണ്ടായിരുന്നു ഇതില് മറ്റേ റണ്ണറിന്റെ ബോഡിയും അതേപോലെ റെസ്ലറിന്റെ ബോഡിയും ഡിഫറെന്റ് ആണ്, എന്നാൽ ഭയങ്കര മസ്കുലർ ആയിട്ടുള്ള ബോഡിയാണ് ഇതിൽ റണ്ണർ രാംചരൻ ഉള്ളതെന്ന്. ബാക്കിയൊക്കെ ഇതിൽ ലോജിക്കലി കറക്റ്റ് ആണല്ലോ. ഏത് ക്രിക്കറ്റ് കളിക്കാരനാണ് ഇങ്ങനത്തെ ഊത്ത കോമാളിത്തരം കാണിക്കുന്നത്? അപ്പൊ ഇതിൽ നമ്മൾ ലോജിക്ക് നോക്കാൻ പാടില്ല. ഇതേ ഒരു അപരാധം അതിൽ ലോജിക്ക് വേറെ നോക്കണം. ഒരു പോയിന്റ് ഇപ്പോൾ ഡാഡി ഗിരിജയുടെ ഒരു ക്യാരക്ടർ മാത്രം എനിക്ക് കുറച്ച് വർക്ക്, ബാക്കി തനി അപരാധം. ചന്തു ചാമ്പ്യൻ പറഞ്ഞിട്ട് കാർത്തിക് ആര്യന്റെ ഒരു പടമുണ്ട്. അതിൽ ആളൊരു ബോക്സർ ആയിരുന്നു, ആർമിയിലായിരുന്നു. ഒരു ആക്സിഡന്റ് പറ്റിയിട്ട് ആൾ പിന്നെ ഒരു പാരാ സ്വിമ്മർ ആയി മാറി. ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ എ റിയൽ ഇൻസിഡന്റ്. അതില് കാർത്തിക് ആര്യന്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്. കിഡ്ഡൂസ് ആണോ? എനിക്ക് ആ സിനിമ അപ്പോഴും ആവറേജ് ആയിട്ടാണ് തോന്നിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇത് വെച്ച് നോക്കുമ്പോൾ ദാറ്റ്സ് മാസ്റ്റർ പീസ്. അത് ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് എടുത്തിരിക്കുന്നു. ആൻഡ് കാർത്തിക് ആര്യന്റെ ട്രാൻസ്ഫോർമേഷൻ ഒക്കെ പെട്ട സാധനമായിരുന്നു. ഇത് കോമാളിത്തരം. രാംചരൺ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്, അതിൽ ഒരു സംശയവും ഇല്ല. പക്ഷെ അതിന് റിസൾട്ട് വേണ്ട. ഇത് എന്തൊക്കെ കോമാളിത്തരം കാണിച്ച പോലെയാണ്. ആൻഡ് രാംചരൺ വാസ് മോസ്റ്റ് സീൻസിലും അണ്ണൻ ഒരു മെഴുകു പ്രതിമ. രാജമൗലി സിനിമാസ് മാറ്റി നിർത്ത്, രംഗസ്ഥലം മാറ്റി നിർത്ത്. രാംചരന്റെ പീക്ക് പെർഫോമൻസ് കാണാൻ വെച്ച് രംഗസ്ഥലം കണ്ടാൽ മതി. പെദ്ദിയൊക്കെ വേസ്റ്റ് ആണ്. ബാക്കി ഒരുവിധ എല്ലാ പടത്തിലും ഈ രാജമൗലി പടങ്ങൾ മാറ്റിയാലും രംഗസ്ഥലം മാറ്റിയാലും ബാക്കി ഒരുവിധ എല്ലാ പടത്തിലും ഇങ്ങനെ ഒരു മെഴുകു പ്രതിമയാണ്. ഒരു എക്സ്പ്രഷനും ഇല്ല. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുറെ മാസ് പടങ്ങൾ ചെയ്തിട്ട് കോമാളിത്തരം കാണിക്കുന്നത്. ആസ് എൻ ആക്ടർ വേസ്റ്റ് ആണ് രാംചരൺ. എനിക്ക് പേഴ്സണലി തോന്നി നാഷണൽ അവാർഡ് ഡിസേർവിംഗ് ഡെഫിനറ്റ്ലി ആണ്. കാരണം എന്താ, പുഷ്പയ്ക്ക് നാഷണൽ അവാർഡ് കിട്ടി, പിന്നെ ഈ കോമാളിത്തരത്തിന് കിട്ടാതിരിക്കും. സോ വേണ്ടവർ കണ്ടുവെക്കുക. ഹിന്ദി ലാംഗ്വേജ് ബാക്കി എല്ലാ ലാംഗ്വേജും വന്നിട്ട് നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. മാക്സിമം ഫാമിലി ആയിട്ടൊന്നും കാണാതിരിക്കുക, ചിലപ്പോൾ മാനം.